ഹായ് ഓൾ. ഭയങ്കര ഹാപ്പി ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അല്ലേ? പല ആളുകളുടെയും പരാതി അതാണ് അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സിനൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ? ഒരു സർജറി നടത്തിയാലോ മനസ്സിന്? യെസ്, നമുക്ക് മനസ്സിനെ അങ്ങ് എടുക്കാം അല്ലേ? ഇതങ്ങ് തുറന്നു നോക്കിയാൽ ഇതിനകത്ത് എന്തൊക്കെ ഉള്ളത് ഒന്ന് നോക്കിയാലോ നമുക്ക്? യെസ്, നോക്കിയേ. ഒരുപാട് നിരാശ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച്, ഇന്നലെകളെക്കുറിച്ച്, എനിക്കത് കിട്ടിയില്ലല്ലോ, എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ഒരുപാട് നിരാശയുടെ ഓർമ്മകൾ നമുക്കതിനെ എടുത്തു മാറ്റി കളയാം. എന്തിനതിൻ്റെ ആവശ്യം? നിരാശപ്പെട്ടുകൊണ്ട് കളയാനുള്ളതല്ല നാളുകളെ, അല്ലെങ്കിൽ ഈ നിമിഷങ്ങൾ. ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. അത് ഇന്നലകളുടെ വേദനകൾ ഓർത്തിട്ടല്ല, പകരം നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയോട് കൂടിയായിരിക്കണം. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ എടുത്ത് കളയാം. എന്തിനത് മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നീറിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നോക്കിയേ, ഒരുപാട് ടെൻഷൻ. എന്തിനതിനകത്ത് ഒരുപാട് ടെൻഷൻ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമോ, ഞാനത് ചെയ്താൽ ഇങ്ങനെ ആയി പോവോ, ഞാൻ ആ ഒരു എൻ്റെ ഡ്രീമിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിക്കുമോ, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുമോ എന്നുള്ള ആവശ്യമായിട്ടില്ലാത്ത ഒരുപാട് ഓവർ ചിന്തകൾ കൊണ്ടുവരുന്ന ഒരുപാട് ടെൻഷൻ അല്ലേ? എന്തിനതിൻ്റെ ആവശ്യം? നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിലേക്ക് വരും. അവിടെ ഏതൊരു കാര്യവും ഈ ലോകത്ത് നമുക്ക് പ്രയാസവും പ്രതിസന്ധികളും ഇല്ലാതെ ഒന്നും നേരിടാൻ കഴിയില്ല. ഒരു ഈസി വേ എന്നുള്ളത് ഒരിക്കലുമില്ല. ഏതൊരു കാര്യത്തിനും പ്രയാസങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യം. പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോഴേ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് അങ്ങനെ ആവോ ഇങ്ങനെ ആവുന്ന ടെൻഷൻ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നമുക്ക് ആ നെഗറ്റീവായിട്ടുള്ള ഓവർ സ്ട്രെസ് ആയിട്ടുള്ള ആ കാര്യം എടുത്ത് കളയാം അല്ലേ? യെസ്. പിന്നെന്താണ്? വെറുതെ നിരാശയാണ് ജീവിതത്തെക്കുറിച്ച്. എല്ലാം മറ്റുള്ളവർക്കൊക്കെ പറ്റും, എന്നെക്കൊണ്ടൊന്നിനും പറ്റൂലടോ, ഞാൻ അങ്ങനെയാണ്. എന്തിനാ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യം? ഈ ലോകത്ത് എത്രയോ ജനങ്ങളുണ്ടല്ലേ? ഈ ഭൂമിയിൽ എന്തെല്ലാം സാധനങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, സസ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് അല്ലേ? ഇതിൽ നിന്നെല്ലാം ദൈവം എന്താണ് നിങ്ങളുടെ മനുഷ്യനായി സൃഷ്ടിച്ചില്ലേ? ഇത്രയും വസ്തുക്കളിൽ നിന്ന് ദൈവം നിങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ എന്താണ് മനുഷ്യനായി സൃഷ്ടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ആക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ എന്താണ് ഒരു സ്പെഷ്യലാണ്. നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള എല്ലാം നൽകിയിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അതൊരിക്കലും മറക്കാതിരിക്കുക. നിരാശയുടെ ആവശ്യമേ ഇല്ല ഈ ലോകത്ത്. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ധനം എന്നുള്ളത്, ഒരു മൂല്യമുള്ള വസ്തു എന്നുള്ളത്, അത് നിങ്ങൾ തന്നെയാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അങ്ങനെ നമുക്ക് നിരാശ എടുത്ത് കളയാം അല്ലേ? പിന്നീട് എന്താണ്? ആവശ്യമില്ലാത്ത ദേഷ്യമാണ്. എന്തിനോടും ദേഷ്യമാണ്. എന്തൊക്കെയോ നമ്മുടെ ഭാഗത്ത് 100% ശരിയായിരിക്കെ അതിൽ മൗനം പാലിക്കാൻ പറ്റുക എന്നുള്ളതല്ലേ, അതാണ് ഏറ്റവും വലിയ പോളിസി. നമ്മുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഒരാളോട് തർക്കിക്കണം, പക്ഷേ നമ്മുടെ ഭാഗത്താണ് ശരി. ആ സമയത്ത് നമ്മൾ നമ്മുടെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുന്നു, അതിന് വേണ്ടിയിട്ട് ഇതാക്കുമ്പം ആദ്യം നമ്മളിലുള്ളിലാണ് എന്തുണ്ടാകുന്നത്, ആ ഒരു ഇമോഷണൽ ഇംബാലൻസ് കാരണം നമ്മൾ ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്യും, ആകെ ഡിസോർഡർ ആവും അല്ലേ? ചിലപ്പോൾ ഒരു 2 ദിവസം എടുക്കും ആ ഒരു ദേഷ്യത്തിൻ്റെ ഹാങ് ഓവറും നമ്മളൊരു പഴയ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തന്നെ എന്താണ് ഇല്ലാതാകണം, നമ്മുടെ ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവറായിട്ട് ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സമയത്തെ പോലും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇല്ലാതാക്കുന്നത്. മറ്റുള്ളവരിലേക്ക് വേദനകൾ കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യത്തിൽ പോലും ഇത്രയും വിഷമങ്ങളും നമുക്ക് തന്നെ വല്ലാത്തൊരു അസ്വാഭാവികത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെന്തിനാവശ്യം? ചിരിച്ചുകൊണ്ട് ഇനിയുള്ള ദേഷ്യങ്ങൾ ചിരിച്ചുകൊണ്ട് കളയാം. ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നേരിടുക. സിമ്പിളാണോടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തിനാ വെറുതെ ദേഷ്യം വെച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിന്, നമ്മുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനെ നമുക്ക് എടുത്തു കളയാം അല്ലേ? പ്രതീക്ഷകളില്ലേ, പ്രതീക്ഷകളില്ലാതെ സംശയം. എനിക്കത് നേടാൻ പറ്റുമോ, എനിക്കതിന് പറ്റുമോ എന്നുള്ള സംശയങ്ങൾ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സംശയരോഗങ്ങൾക്ക് പകരം എന്താ വേണ്ടത് നമുക്ക്? എനിക്കതിന് പറ്റുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ. ഇതെല്ലാം മനസ്സിലെടുത്ത് കളയുമ്പോൾ ഇവിടെ ലാസ്റ്റ് എനിക്കൊന്ന് കിട്ടുന്നുണ്ട്. എന്താണെന്നറിയോ?
ഒരുപാട് പ്രതീക്ഷകളുണ്ട്. തിളങ്ങുന്ന എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള പോസിറ്റിവിറ്റികൾ, നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ലെവൽ, ഇതൊക്കെയാണ് എന്തേ വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സൈഡിലായിട്ട് നിങ്ങൾ എവിടെയോ ഒന്നുണ്ട് നിങ്ങൾക്കുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാത്തിനെയും കഴിവ് തരുന്ന ഹൈ പവറുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളെ കൊണ്ട് എന്തിനും നേരിടാൻ കഴിവുള്ള നിങ്ങളുടെ മാനുഷിക ശക്തി ഉണ്ട് അല്ലേ. ഇതെല്ലാം ഇതിൻ്റെ താഴെ കിടന്നത് എന്തുകൊണ്ടാണ്? അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് മാത്രമായിട്ട് നമ്മുടെ മനസ്സിലെന്താണ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പളുങ്ക് പോലെ എന്ത് ചെയ്യുക, നല്ലപോലെ സൂക്ഷിക്കുക. എങ്ങനെ നമ്മുടെ മനസ്സിനെ സൂക്ഷിക്കാൻ പറ്റും നമുക്ക്? യെസ്, ഏറ്റവും മനോഹരമായി സൂക്ഷിക്കേണ്ടതും എപ്പോഴും ചെക്ക് ചെയ്തിട്ട് ഏറ്റവും മനോഹരമാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ആ ഹൃദയം നന്നായാൽ പിന്നെ മറ്റുള്ളതെല്ലാം നന്നാവും, ഉറപ്പാണ്. അപ്പം എന്താ, ഇത് നല്ല ഭംഗിയുള്ളതാക്കുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നല്ല പോസിറ്റീവ്, നല്ല ചിന്തകൾ, നല്ല സ്വഭാവങ്ങൾ, മനുഷ്യനെ അറിയാനുള്ള കഴിവ്, ഇതൊക്കെ എന്താണ് നമ്മുടെ മനസ്സിന് എന്തെല്ലാമാണ് പോസിറ്റീവാക്കി വെക്കാൻ വേണ്ടത് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അതെല്ലാം ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു പ്യുവർ ഹാർട്ട്. എന്താണ് ഒരു പ്യുവർ ഹാർട്ട്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയം എന്തായിരുന്നു എന്ന്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളം എത്രമാത്രം സുന്ദരമാണെന്ന് അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ള എല്ലാത്തിൽ നിന്നും പരിശുദ്ധമാക്കണം. ഏറ്റവും പ്യുവർ പോയിന്റ് എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അല്ലേ. ഹൃദയത്തിൽ ഇപ്പം എന്ത് മാത്രമേ ഉള്ളൂ, നല്ല പരിശുദ്ധമായ സ്നേഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പവറും എല്ലാം ചേർന്ന് ആ മനസ്സ് ശാന്തമായി നിൽക്കുമ്പം അവിടേക്ക് എന്ത് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജീവിതം ഇന്ന് വരെ നിങ്ങൾ ജീവിച്ചില്ലാത്ത, നേരിട്ടില്ലാത്ത അനുഭൂതിയും സന്തോഷവും വേറെ ലെവലിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും. യെസ്, ഓക്കെ.